ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായല്ലോ കണ്ടിട്ട്. നിങ്ങൾ ഓർക്കും ഞാനിതെല്ലാം പെറുക്കി കെട്ടി എങ്ങോട്ടാണ് ഈ രാവിലെ പോകുന്നതെന്നല്ലേ? എന്തായാലും രാവിലെയുള്ള യാത്രയാണ്. ചെറിയ സസ്പെൻസാണ്, പകുതി വഴിയിൽ വെച്ച് പറയാം. ഞാൻ എൻ്റെ എല്ലാ യാത്രയിലും ബുക്സൊക്കെ എടുത്ത് കയ്യിൽ വെക്കും കേട്ടോ. അതായത് ഭയങ്കര ബസ്സിലൊക്കെ ഇരുന്ന് ബസ്സിലോ ട്രെയിനിലോ എവിടെയാണെങ്കിലും ഇരുന്ന് ഭയങ്കര അടിപൊളിയായിട്ട് വായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കയ്യിലെടുക്കുന്നത്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിൻഡോ സീറ്റൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടും കേട്ട് പുറത്തേക്ക് നോക്കി കാഴ്ചയൊക്കെ കണ്ടിരിക്കും, എൻ്റെ ലോകത്തിലേക്ക് പോവും. അതാണ് സംഭവിക്കാറുള്ളത്. പക്ഷെ നമുക്ക് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ വായന എന്നുള്ള ശീലം നിങ്ങൾക്ക് ഇഷ്ടമാണതിലേക്ക് തിരിച്ചു വരാം. എൻ്റെ കാര്യത്തിൽ വെച്ചാൽ ട്വിസ്റ്റൊക്കെ സംഭവിക്കണം അതിലേക്ക് തിരിച്ചു വരണമെങ്കിൽ. നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദിയാണ് ലോങ് ഗ്യാപ്പിന് ശേഷം ഞാൻ വായനയിലേക്ക് തിരിച്ചു വരാൻ എന്നെ പ്രേരിപ്പിച്ചൊരു പുസ്തകം. രാവിലെ എനിക്ക് മെഡിറ്റേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ചെയ്യാറില്ല, പക്ഷെ ചെയ്യുമ്പം മനസ്സിന് ഒരു ശാന്തത കിട്ടും. അങ്ങനെ ത്രോട്ടിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പോകുന്ന യാത്രയുമായിട്ട് ശബ്ദത്തിന് നല്ല ബന്ധമുണ്ട്. അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പൊതുവേ ആവി പിടിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റീം വേപ്പറൈസറും വാങ്ങിച്ചൊന്നും വെച്ചിട്ടില്ല. സോ ഞാൻ തൽക്കാലം ഒരു പാത്രമൊക്കെ വെച്ച് തിളപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ശരിക്ക് നല്ല മാറ്റം ഉണ്ടാവുമെന്നാണ് എല്ലാവരും പറയുന്നത്. കോൾഡൊക്കെ ഉള്ള സമയത്ത് ആവി പിടിക്കുമ്പോൾ ഒരു ദിവസം 3 നേരമൊക്കെ വെച്ച് ആവി പിടിക്കുമ്പോൾ കോൾഡൊക്കെ കുറയുമെന്നാണ് കേട്ടുള്ളത്. പക്ഷേ എനിക്കിഷ്ടമല്ല. നെക്സ്റ്റ് ഞാൻ ഗാർഗിൾ ചെയ്യാമെന്ന് വെച്ചു. അത് കുഴപ്പമില്ല കേട്ടോ. ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഗാർഗിൾ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും. പ്രത്യേകിച്ച് ത്രോട്ടിന് നല്ല ചൊറിച്ചിൽ, ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ല വ്യത്യാസം. അതായത് ഈ തൊണ്ട ചൊറിഞ്ഞ് ചുമയ്ക്കുന്നവരുണ്ട്, ഡ്രൈ കഫൊക്കെ വരുന്നത്. ആ ടൈമിൽ ഗാർഗിൾ ചെയ്യുന്നത് നല്ല എഫക്റ്റാണ്. ഖുൽജ സിംസിം ആലിബാബ അവതരിക്കുന്നു. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് നിസ്സാരമായി ചോദിക്കുന്നവർ. പക്ഷേ ജാക്മായോട് മാത്രം അത് ആവർത്തിക്കരുത്. കാരണം 100 കാരണങ്ങളുണ്ടാവും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നതെന്നല്ലേ? എന്തിനാണ് ഈ വെളുപ്പാങ്കാലത്തിരുന്ന് ഇങ്ങനെ ഉറക്കെ വായിക്കുന്നത്? ഓക്കെ, ഞാൻ സസ്പെൻസ് പൊട്ടിച്ചേക്കാം. ഞാൻ പോകുന്നത് DC ബുക്സിൻ്റെ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. DC ബുക്സിൻ്റെ ഓഡീഷനിൽ സെലക്ട് ആയിട്ടുണ്ട്. 1500 പേരിൽ ഒരു 22 പേരാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതിലൊന്നും ഞാനാണ്. സോ സൗണ്ടിന് വേണ്ടി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണ്ടേ? അപ്പോൾ അതാണ് അതിനോടുള്ളൊരു നീതി. നമ്മളിപ്പോൾ ഓഡിഷനിൽ സെലക്ട് ആവുമോ ഇല്ലയോ അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, പോവുക, അറ്റൻഡ് ചെയ്യുക. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പാട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പോയി സ്റ്റേ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ദിവസം നമുക്ക് അവിടെ അയൺ ബോക്സ് സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡ്രസ്സൊക്കെ തേച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ തേച്ച് സെറ്റിലാവുകയാണ്. ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഷീ ലോഡ്ജ് തന്നെയാണ്. ട്രിവാൻഡ്രത്ത് ഷീ ലോഡ്ജ് ഉണ്ട്. ഞാൻ നേരത്തെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് താമസിച്ചൊരു ഹോസ്റ്റലുണ്ടായിരുന്നു. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഷീ ലോഡ്ജ്. സോ എനിക്ക് ആ സ്ഥലം നല്ല പരിചയമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫോൺ നമ്പർ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തലേദിവസം വിളിച്ച് ബുക്ക് ചെയ്താൽ അവരത് നമുക്കുള്ള സ്ലോട്ട് മാറ്റി വെച്ചേക്കും. ബട്ട് മിക്ക ടൈമും ഞാൻ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഒരു റൂമിൽ 3 ബെഡാണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും കാലിയായിരിക്കും. എനിക്കതാണ് ഇഷ്ടം. നമ്മുടെ റൂമിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. രാവിലെ ഞാൻ വലിയ റിസ്ക് എടുക്കാനൊന്നും പോയില്ല. അവിടുന്ന് ഊബർ വിളിച്ചു. പാലാരിവട്ടത്തിൽ മെട്രോ കയറി ബൈക്കിൽ ഇറങ്ങി. സാധാരണ ഞാൻ വണ്ടി കൊണ്ട് വെക്കാറുണ്ട്, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് വയറ്റിൽ വരെ പോകാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ചെയ്തില്ല. ഞാൻ നെക്സ്റ്റ് ദിവസമാണ് വീഡിയോ എടുത്തത്. കാരണം രാത്രി വന്നപ്പോൾ ടയേർഡായിപ്പോയി, ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇതാണ് നമ്മുടെ ഷീ ലോഡ്ജ്. ഓക്കെ, ഞാൻ റെഡി ആയിട്ടുണ്ട്. മുടി അഴിച്ചിടണോ അതോ കെട്ടി വെക്കണോ, ഇതായിരുന്നു കൺഫ്യൂഷൻ. മുടി അഴിച്ചിട്ടാൽ കുറച്ച് കഴിയുമ്പോഴുള്ള ലുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ മുടി കെട്ടി വെച്ച് സെറ്റിലായി. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഗൈസ്? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ ഓട്ടോ പിടിച്ച് തമ്പാനൂരെത്തി. ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഷീ ലോഡ്ജിൽ നിന്ന് തമ്പാനൂർ. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നടന്നു തന്നെ പോവാം. ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. സോറി ഗൈസ്, ഞാൻ പിച്ചി ചീന്തിയ ശേഷമാണ് വീഡിയോ ഇട്ടത്. അപ്പവും വെജിറ്റബിൾ സ്റ്റൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബസ് കയറി കിൻഫ്രയിലേക്കാണ് പോകേണ്ടത്. അവിടെ രേവതി കലാമന്ദിറിലാണ് ഓഡീഷൻ നടക്കുക.
രേവതി കലാമന്ദിർ എല്ലാവർക്കും അറിയാമല്ലോ. സിനിമാ നടി മേനകയുടെ സ്റ്റുഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഉൾവശം മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. ജസ്റ്റ് നമ്മൾ അത് ചെന്നതിൻ്റെ വെപ്രാളത്തിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റേജിലിരുന്നാണ് വായിക്കേണ്ടത്. ഫസ്റ്റ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ട് സ്റ്റുഡിയോയിലാണ് വരുന്നത്. അത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ടൈമായപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തേക്കണേ എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അടുത്തിരുന്ന കുട്ടിയോട്. എൻ്റെ നമ്പർ 12 ആണ്. നമുക്ക് വായിക്കാൻ ഉള്ള പുസ്തകം ഫ്രാൻസിസ് ഇറ്റിക്കോര എന്നുള്ള ബുക്കാണ്. പിന്നെ ടീ ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ എല്ലാവരും ഓടി നടന്ന് പല കോർണറുകളിൽ നിന്ന് ബുക്സൊക്കെ വായിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഒടുവിൽ എൻ്റെ റൗണ്ട് വന്നെത്തിയിരിക്കുന്നു. ഈ കോര ആരായിരുന്നു? 4-5 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന അവരുടെ അപ്പാപ്പനായിരുന്നു. ഫ്രാൻസിസ് ഇറ്റിക്കോര എന്നാണ് മുഴുവൻ പേര്. പണ്ട് കടൽ കടന്നുപോയി കച്ചവടം നടത്തിയ ആളാണ്. മൂപ്പർക്ക് പല അത്ഭുത സിദ്ധികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മൂപ്പർ എഴുതിയതാണ് 18-ാം നൂറ്റാണ്ടിന്റെ വേദപുസ്തകം. ആ പുസ്തകം ഒന്ന് കാണാൻ എന്താ വഴി? എങ്ങനെയുണ്ട് എൻ്റെ വായന? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ അത് തുടങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു വെള്ളി അവിടെ വീണിരുന്നു. പക്ഷെ അതെല്ലാവരും കേട്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ഓവറോൾ എല്ലാവരും പറഞ്ഞ് നന്നായി വായിച്ചു എന്നാണ്. അറിയില്ല, ജഡ്ജസ് വേണ്ടേ തീരുമാനിക്കാൻ എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് ജസ്റ്റ് വീഡിയോ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ലഞ്ചൊക്കെ കഴിക്കാൻ പോയി. ആ ടൈമിൽ ഞാൻ കുറച്ച് പേരെ പരിചയപ്പെട്ടു. പല ജില്ലകളിൽ നിന്ന് വന്നവരായിരുന്നു. പാലക്കാട്, ട്രിവാൻഡ്രം, കോഴിക്കോട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന്. എല്ലാവരും നൈസായിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ എല്ലാവരുടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം അവിടെ സ്റ്റുഡിയോയിലുണ്ടായിരുന്ന ആർജനെ പരിചയപ്പെട്ടു. പിന്നെ DC ബുക്സിന് വരാൻ പോകുന്ന പ്ലാൻസിനെ കുറിച്ച്, എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഈ ഒരു ഫീൽഡിലുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു. നമുക്ക് കോണ്ടാക്ട്സ് ആണല്ലോ മെയിനായിട്ടും. കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യുന്നതിലൂടെയാണല്ലോ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ സ്റ്റുഡിയോയിൽ നമുക്ക് ഫോട്ടോസ് വീഡിയോസൊന്നും അനുവദിക്കില്ല. ആ റൗണ്ട് കഴിഞ്ഞിരുന്നു. ഫൈനൽ റൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. അപ്പോഴാണ് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. ഓക്കെ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇവിടെ തീർന്നു. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാണാം. ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.